നമ്മുടെ കാറിലെ AC ഈ ചൂട് കാലത്ത് നമ്മുടെ കാലനാകാതിരിക്കാൻ ഈ റിപ്പോർട്ട് ശ്രദ്ധിക്കുക. അതായത് ചൂട് കാലത്ത് കാറിലെ AC ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് റിപ്പോർട്ട്. നല്ല വെയിലുള്ള സമയം ചൂട് കൊണ്ട് പൊള്ളിക്കിടക്കുന്ന കാറുകളിൽ നമ്മൾ പെട്ടെന്ന് കയറി AC ഒക്കെ ഓൺ ചെയ്ത് ഇരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അസഹനീയമായൊരു സ്മെല്ലുണ്ട്. പക്ഷേ ഇത് ഒരു തണുപ്പ് കിട്ടാനെന്ന ഉദ്ദേശത്തോടു കൂടി ആ വായു ഒക്കെ ശ്വസിച്ചാണ് പലപ്പോഴും നമ്മൾ അവിടെ തന്നെ ഇരിക്കാറാണ് പതിവ്. അത്തരത്തിൽ AC പ്രവർത്തിപ്പിക്കുന്നത് ഒരുപക്ഷെ മാരക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് കാറിന്റെ ഡാഷ്ബോർഡ്, ഇരിപ്പിടങ്ങൾ, എയർ ഫ്രഷ്നർ എന്നിവയിൽ നിന്നുമൊക്കെ പുറപ്പെടുന്ന ബെൻസൈം എന്ന ഒരു വിഷവാതകം ഇത് മാരകമായ ക്യാൻസർ അടക്കമുള്ള രോഗത്തിന് കാരണമാകുമെന്നുള്ളതാണ് ആരോഗ്യ മേഖലയിലെ ചിലർ പറയുന്നത്. ചൂടുകാലത്താണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചൂടുകാലത്ത് യാത്ര ചെയ്യാൻ കാറിൽ കയറി ഇരുന്നയുടൻ AC പ്രവർത്തിപ്പിക്കരുത് എന്നുള്ളതാണ് ഇവർ നൽകുന്ന നിർദ്ദേശം. അതായത് ചൂടുകാലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ ഉള്ളിൽ കയറിയ ഉടൻ AC പ്രവർത്തിപ്പിക്കുന്നയാൾക്ക് കാറിന്റെ ഡാഷ്ബോർഡ്, ഇരിപ്പിടങ്ങൾ, എയർ ഫ്രഷ്നർ എന്നിവയിൽ നിന്നുമൊക്കെ പുറപ്പെടുന്ന ബെൻസൈം എന്ന വിഷവാതകം ഉയർന്ന തോതിൽ ശ്വസിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ചൂട് സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ ബെൻസൈമിന്റെ അളവ് 2000 മുതൽ 4000 മില്ലിഗ്രാം വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതായത് അംഗീകരിച്ചൊരളവ് ഒരു മനുഷ്യ ശരീരത്തിൽ ഈ ബെൻസൈം എത്രത്തോളം വിഷമയമല്ലാതെ സ്വീകരിക്കാൻ അംഗീകരിച്ചിട്ടുള്ള ഒരു അളവെന്ന് പറയുന്നത് 40-50 മില്ലിഗ്രാം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ തന്നെ 40 ഇരട്ടിയോളമാണ് ഈ ചൂടുകാലത്ത് വെയിലത്തൊക്കെ കിടക്കുന്ന നിരവധി സമയം വെയിലത്ത് അടച്ചിട്ടിരിക്കുന്ന ഈ കാറിലും അതുപോലെ തന്നെ റൂമിലുമൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ബെൻസൈം വാതകം എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ബെൻസൈം വാതകം ശ്വസിക്കുന്നത് നമ്മുടെ എല്ലുകളെ തന്നെ വിഷമയമാക്കും. വെളുത്ത രക്താണുക്കളുടെ കുറവ് സംഭവിക്കും. നമ്മുടെ പ്രതിരോധശേഷി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. രക്തക്കുറവുണ്ടാക്കും. ബെൻസൈം വാതകം കരളിനെയും വൃക്കയെയും വിഷമയമാക്കുന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ളതാണ്. ഈ വിഷവസ്തു ഇത് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് കരുതിയാൽ പോലും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ളത് ചെറിയ ചികിത്സാ രീതി കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളതാണ്. വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ കാറിനുള്ളിലെ ബെൻസൈം വലിയ തോതിൽ വന്ന് ക്യാൻസർ ഉണ്ടാക്കുന്നതിനൊക്കെ പ്രത്യേകിച്ച് ഒരു ആധികാരികമായ അടിത്തറയൊന്നും ഇല്ലെങ്കിലും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പറയുന്നത് AC ഓൺ ആക്കുന്നതിന് മുൻപ് ചൂട് കാറ്റ് ആദ്യം പുറത്തു വിട്ടതിന് ശേഷം മാത്രം, അതായത് വെയിലത്ത് കിടക്കുന്ന വണ്ടി ആദ്യമേ പോയി തന്നെ AC ഓൺ ആക്കാതെ കുറച്ച് സമയം അതിൻ്റെ എല്ലാ വിൻഡോസും തുറന്നിട്ട്, അതായത് ചില്ല് ഗ്ലാസ് തുറന്നിട്ട് അതിനകത്തേക്ക് എയർ സർക്കുലേഷൻ ഉണ്ടായതിനു ശേഷം പിന്നീട് മാത്രം അത് AC ഓൺ ചെയ്യുക, യാത്ര തുടരുമ്പോൾ മാത്രം AC ഓൺ ചെയ്യുക എന്നുള്ളതാണ് ക്യാൻസർ സൊസൈറ്റി പറയുന്നത്. അതായത് കാരണങ്ങൾ എന്തു തന്നെയായാലും കാറിലെ AC ഓൺ ചെയ്യുന്നതിന് മുൻപ് കാറിൻ്റെ ചില്ലുകൾ താഴ്ത്തി ശുദ്ധവായുവിൽ അത് കടത്തിയതിനു ശേഷം മാത്രം AC പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് ഉചിതം. ഏറെ നേരം വെയിലത്ത് കിടന്ന വാഹനം എടുക്കുമ്പോൾ വിൻഡോ ഗ്ലാസുകളെല്ലാം താഴ്ത്തി ഫാൻ പരമാവധി വേഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഓടിക്കുക എന്നുള്ളതാണ് ഇതിൽ നൽകാനുള്ള ഒരു നിർദ്ദേശം. ചൂടുവായുവിനെ എളുപ്പത്തിൽ പുറന്തള്ളാൻ ഇത് സഹായിക്കും. അതിനുശേഷം ഗ്ലാസുകൾ ഉയർത്തി AC പ്രവർത്തിപ്പിക്കുക. പൊടിയില്ലാത്ത ശുദ്ധവായു ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രം AC-യുടെ വെന്റിലേഷൻ അഥവാ പുറത്തുനിന്ന് വായു സ്വീകരിക്കുന്നത് മോഡ് ഓൺ ആക്കുക. റീസർക്കുലേഷൻ മോഡിൽ വാഹനത്തിനുള്ളിലെ വായുവാണ് AC തണുപ്പിക്കുക. ക്യാബിൻ വേഗത്തിൽ തണുപ്പിക്കാൻ ഈ മോഡ് ഉത്തമമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ ഓരോ സമയവും, നമ്മുടെ ഇപ്പോൾ ചൂടുകാലമാണ്, നിരവധി പേർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുമായൊക്കെ ഇടപഴകുന്നതാണ് ദിനം പ്രതി. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വച്ചിരിക്കുക. ചൂട് സമയങ്ങളിൽ പെട്ടെന്ന് പോയി AC ഓൺ ചെയ്യാതെ അതിൻ്റെ അകത്തുള്ള എല്ലാ ഡോറും തുറന്നിട്ട് നമ്മുടെ യാത്ര പുരോഗമിക്കുമ്പോൾ മാത്രം ചൂടുവായു എല്ലാം പുറത്തു പോയതിനു ശേഷം മാത്രം AC ഓൺ ചെയ്യുക. എല്ലാം ഒരു മുൻകരുതലിലൂടെ കാണുക.